അതിദരിദ്രരില്ലാത്ത ലോകത്തിലെ രണ്ടാമത്തെ പ്രദേശമായി മാറിയ കേരളത്തെ ദാരിദ്ര്യമുക്തമാക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ചേർന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങൾ ഈ ലക്ഷ്യത്തിലേക്കുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ടല്ല, നീണ്ടകാലത്തെ പരിശ്രമത്താലാണ് കേരളം അതിദാരിദ്ര്യമുക്തമായത്. രാജ്യത്ത് അതിദരിദ്രർ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമെന്നാണ് നീതി ആയോഗിന്റെ 2021 റിപ്പോർട്ട്. ഒന്നാമത്തെ EMS സർക്കാർ മുതൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളും നടപടികളുമാണ് ഇതിലെത്തിച്ചത്. 0.7% മാത്രമുള്ള അതിദരിദ്ര ജനതയെ കണ്ടെത്തി ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആദ്യ മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. അന്നത്തെ തദ്ദേശ ഭരണ മന്ത്രി എന്ന നിലയിൽ സ്വീകരിച്ച നടപടികൾ അറിയാം. 4 ലക്ഷം കുടുംബശ്രീ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും 7 മാസമെടുത്ത് നടത്തിയ പരിശോധനയിലൂടെയാണ് 64,006 കുടുംബങ്ങളെ കണ്ടെത്തിയത്. 4.5 വർഷമായി തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും നടത്തിയ പ്രവർത്തനത്തിലൂടെയാണ് ഇവരെ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്നും മോചിപ്പിച്ചത്. പ്രഖ്യാപിച്ചതിനാൽ മാത്രം അവസാനിപ്പിക്കുന്ന പ്രവർത്തനമല്ല ഇത്. അതിദരിദ്രരായ ഒരാളെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെയും മാറ്റിയെടുക്കും. ഒപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം തുടരണം. കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ പാവപ്പെട്ട ജനതയോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നു. 1 കോടിയിലേറെ കുടുംബങ്ങളിലേക്കാണ് നവംബർ മുതൽ ആനുകൂല്യങ്ങൾ എത്തുന്നത്. 62 ലക്ഷം പേർക്ക് 2000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കും. 2500 രൂപയാണ് വാഗ്ദാനം. അത് നടപ്പാക്കും.